ഏറ്റവും ഒടുവിലത്തെ നിലയനുസരിച്ച് 24 സീറ്റുകളിൽ NDA ലീഡ് ചെയ്യുമ്പോൾ 15 സീറ്റുകളിൽ MGB. കിരൺ, തുടക്ക ലീഡ് NDAക്ക് അനുകൂലമാണല്ലോ, പക്ഷേ ഇത് ട്രെൻഡ് സെറ്ററായി മാറാനുള്ള സാധ്യത കാണുന്നുണ്ടോ ഇപ്പോൾ? മഞ്ജുഷ്, ഇത് 24 സീറ്റുകളിലാണ് ഇപ്പോൾ NDA ലീഡ് ചെയ്യുന്നത്. BJP 11, JDU 11, LJP രാംവിലാസ് പാസ്വാന്റെ പാർട്ടി ഒരു സീറ്റിലുമാണ് ലീഡ് ചെയ്യുന്നത്. RJD 12 സീറ്റുകൾ ലീഡ് ചെയ്യുന്നു. കോൺഗ്രസ് 2 സീറ്റുകളിലാണ്. CPI ML ഒരു സീറ്റിൽ, CPM-നും CPI-ക്കും ഒന്നും ഇതുവരെ അവരുടെ എവിടെയെങ്കിലും ഒരു സീറ്റിലും ലീഡ് ചെയ്യുന്നില്ല. NDA 26, മഹാഗഡ്ബന്ധൻ 15 എന്നുള്ളതാണ്. ഏകദേശം ചെറിയ മാർജിനിലാണ് രണ്ടുപേരുടെയും ലീഡ് നില മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു വ്യക്തമായ മാജിക് ബാളിൽ ഏത് മേഖലയാണെന്ന് കൃത്യമായിട്ട് വരുന്നു. സ്കാറ്റേർഡ് ആയി വരികയാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ 42 സീറ്റുകളിൽ ഫലങ്ങളാണ് ഇപ്പോൾ അവിടെ കൗണ്ടിംഗ് തുടങ്ങി ആദ്യഘട്ടത്തിൽ വന്നു തുടങ്ങിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇത് ഇപ്പൊ ഈ RJD സ്ഥാനാർത്ഥി സൗദ് അലം ലീഡ് ചെയ്യുന്ന മണ്ഡലമാണ്. അത് റൂറൽ ഇന്ത്യയിലെ ഈ സീമാഞ്ചൽ മേഖലയിൽ ഉള്ള ഒരു മണ്ഡലം. അതേസമയം ഇവിടെ JDU സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്ന നമ്മൾ പ്രതീക്ഷിച്ച തരത്തിൽ തന്നെയാണ്. വാൽമീകി നഗറിൽ നേരത്തെ ലീഡ് ചെയ്യുന്നു എന്ന് പറയുന്ന ആ മണ്ഡലമാണ് ഒന്നാമത്തെ മണ്ഡലം. അവിടെ ധീരേന്ദ്ര പ്രതാപ് സിംഗ് ആണ്, റിങ്കു സിംഗ് ആണ് അവിടെ നിന്ന്. മനു, മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ആ ബ്രാക്കറ്റിലെ +8 ആണ്. NDA 29 എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ കിട്ടാത്ത 8 മണ്ഡലങ്ങളാണ് അത്, അല്ലേ? പക്ഷേ ഇത് വളരെ നേരത്തെയാണ്. നമുക്ക് 8 BJPക്ക് ആധിപത്യം ഉണ്ട് എന്നാണ്. NDAക്ക് 7 ഇടങ്ങളിൽ ആധിപത്യം നഷ്ടമാകുന്ന ഫീലാണ്. ഈ ജൻസുരാജ് പാർട്ടിയുടേത് ഒരു സീറ്റില്ല, അഡ്വാൻറ്റേജ്. ഇന്ത്യ സഖ്യത്തിന് 8 സീറ്റുകളിൽ അഡ്വാൻറ്റേജ്, ഇന്ത്യ സഖ്യത്തിന് 7 സീറ്റുകളിൽ ഡിസഡ്വാൻറ്റേജ്, NDAക്ക് 8 സീറ്റുകളിൽ അഡ്വാൻറ്റേജ് എന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. 31-19 എന്ന രീതിയിലായിട്ടുണ്ട് ഇപ്പോൾ. അതെ, അത് സ്വാഭാവികമായും ഈ ജൻസുരാജ് പാർട്ടിയുടെ ഈ ആദ്യഘട്ടത്തിലെ ഒരു പ്രകടനം അത് അവസാനം വരെ അവർക്ക് പിടിച്ചു നിർത്താൻ കഴിയുകയാണെങ്കിൽ അതൊരു വലിയ ഒരു ഫാക്ടറായി മാറും. ഏതായാലും ഈ ഫസ്റ്റ് ഫേസ് തെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ നോക്കുക, അവിടെ 29 സീറ്റുകളിലാണ് അവിടെ ടോട്ടൽ വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഫേസിൽ അവിടെ ആദ്യത്തെ 20 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുകയാണ്.